മോദിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ രാജാവ് നഗ്നനാണ് എന്ന് കൊച്ചുകുട്ടികൾ വരെ വിളിച്ചു പറയുന്ന സമയമാണ് ഇത്. അങ്ങനെയുള്ള ഒരു സമയത്ത് BJPയുടെ ദേശീയ വക്താവ് ശരിക്കും നഗ്നനായി ടെലിവിഷനിൽ ഡിബേറ്റിൽ വരിക എന്ന് പറഞ്ഞാൽ അവർ വാക്കുകൾ കൊണ്ട് മാത്രമല്ല രൂപം കൊണ്ട് നഗ്നരാണ് എന്ന് രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ വ്യക്തമായി തെളിയിക്കുകയാണ്. എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവാം. പറയുന്നത് വെറുതെയല്ല. BJPയുടെ ദേശീയ വക്താവ് ദേശീയ മാധ്യമത്തിൽ ഡിബേറ്റിന് വന്നത് നഗ്നനായാണ്. ഇതിന്റെ വിവരങ്ങൾ നമുക്ക് വ്യക്തമായി കാണാം. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടതായിരിക്കും ഒരു കൊച്ചുകുട്ടി സ്വാതന്ത്ര്യ ദിനത്തിൽ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം. മോദിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് മോദി വോട്ടുകള്ളനാണ് എന്നാണ്. അത് പിതാവ് പറഞ്ഞു കൊടുത്തതാണോ വീട്ടിൽ നിന്ന് കേട്ടതാണോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് അല്ല, എനിക്കറിയാം, രാഹുൽ ഗാന്ധി ഇത് മീഡിയയുടെ മുന്നിൽ തെളിവുകൾ സഹിതം വ്യക്തമാക്കിയത് കണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് എന്നാണ്. അങ്ങനെ മോദി രാജാവ് നഗ്നനാണെന്ന് ആ കുട്ടി യാതൊരു മടിയും കൂടാതെ വിളിച്ചു പറഞ്ഞിരുന്നു. ആ സന്ദർഭത്തിലാണ് ഇപ്പോൾ BJPയുടെ ദേശീയ വക്താവ്, വെറും ഒരു ചെറിയ വക്താവല്ല, ദേശീയ വക്താവ്, സ്ഥിരമായി നാഷണൽ ഗോദി മീഡിയകളിൽ വന്ന് അലറി വിളിക്കുകയും വൃത്തികേട് പറയുകയും ചെയ്യുന്ന ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയ ഡിബേറ്റിന് നഗ്നനായി തുണിയെടുക്കാതെ വരുന്നത്. അതും ഇങ്ങനെ ഡിബേറ്റിന് വന്നത് അംബാനിയുടെ ചാനലായ ന്യൂസ് 18 നടത്തിയ ഡിബേറ്റിലാണ്. അതിന്റെ ദൃശ്യങ്ങൾ ഇതാ കണ്ടുകൊള്ളൂ. ഇവിടെ അമീഷ് ദേവഗൺ എന്ന നാണംകെട്ട ഗോദി മീഡിയ ആങ്കറാണ് ഈ ഡിബേറ്റ് നടത്തുന്നത്. അതിൽ സംസാരിക്കാനായി പപ്പു യാദവ്, ഗൗരവ് ഭാട്ടിയ തുടങ്ങിയ 6 പേരാണ് ഇരിക്കുന്നത്. ഇവർ സ്റ്റുഡിയോയിൽ അല്ല, മറിച്ച് ടെലികോൺഫറൻസിലൂടെയാണ് ഈ ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. कई सारे मेहमान हैं। गौरव भाटिया मेरे साथ है, भारतीय जनता पार्टी के। मेरे साथ आज की इस चर्चा में എന്റെ കൂടെ ഈ ഡിബേറ്റിൽ പങ്കെടുക്കാൻ വളരെയേറെ ആളുകൾ, അതിഥികൾ എത്തിയിട്ടുണ്ട്. ഗൗരവ് ഭാട്ടിയ എന്റെ ഒപ്പമുണ്ട്, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗൗരവ് ഭാട്ടിയ. ഇവിടെ ഒന്ന് നിർത്തി നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാം അയാൾ ഒരു ജുവ മാത്രമാണ് ധരിച്ചിരിക്കുന്നത്. താഴെ പൈജാമ ധരിച്ചിട്ടില്ല, അല്ലെങ്കിൽ പാന്റ് ധരിച്ചിട്ടില്ല എന്ന്. സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാം അയാൾ നഗ്നനാണെന്ന്. ഇയാൾ പ്രവൃത്തിയിൽ മാത്രമല്ല സംസാരത്തിലും യാതൊരു അന്തസ്സും ആഭിജാത്യവും ഇല്ലാത്തവനാണ്. സ്ഥിരമായി വൃത്തികേടുകൾ പറയുകയും വലിയ രീതിയിൽ ഒച്ചയിടുകയും വിഡ്ഢിത്തങ്ങൾ മാത്രം വിളിച്ചു പറയുകയുമാണ് ഡിബേറ്റുകളിൽ ഇയാളുടെ സ്ഥിരം തൊഴിൽ. എന്നിട്ട് അയാൾ ജൂബ കൊണ്ട് നഗ്നത മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഒരു TV ഡിബേറ്റിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ അതിന്റെ അടിയിൽ ഒരു അണ്ടർവയറും പൈജാമയും ഇടാനുള്ള സാമാന്യ മാന്യത പോലും ഇല്ലാത്തവനാണ് ഇയാൾ. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അയാളുടെ വലിയ നേതാവ് പറയുന്നതെല്ലാം പൊള്ളത്തരമാണ്. രാജാവ് നഗ്നനാണ്. ഇയാൾ ശരിക്കും നഗ്നനായാണ് ഡിബേറ്റിന് വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെല്ലാം ഇയാളുടെ ഈ തുണിയില്ലാത്ത ഡിബേറ്റ് വൈറലാവുകയാണ്. BJPയിൽ ചേരുന്നതിന് മുൻപ് ഇയാൾ മാന്യനായിരുന്നു, മാന്യമായി സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ഇയാളുടെ സ്വഭാവത്തിന് ചേർന്ന പാർട്ടിയിൽ ചേർന്നപ്പോൾ അതേ സംസ്കാരം പരസ്യമായി ജനങ്ങളുടെ മുന്നിൽ കാണിക്കാൻ ഇയാൾ യാതൊരു മടിയും കാണിച്ചില്ല. ഇയാളുടെ തനി സ്വരൂപം അറിയുന്നതിന് വേണ്ടി പഴയ ഒരു ഡിബേറ്റ് കണ്ടുകൊള്ളൂ. पेटीकोट पहनने के लिए बातें कर रही है आप? क्या मतलब फालतू बातें कर रही है? भाइयों से तो जब मैं अपनी भाटिया, आप अपने शब्द वापस लीजिए। क्या मतलब के विपक्ष पेटीकोट पहनकर बैठ जाए? क्या मतलब है इसका? सुनिए, आप महिलाओं का अपमान करते हैं, आप विपक्ष का अपमान करते हैं, और आपको लगता है इस तरीके के शब्दों को मैं यहाँ बैठकर सुनूंगी? आज जो बुज़दिली, एक मिनट, महिलाओं का क्या मतलब है पेटीकोट से, मुझे ये बताइए। बुज़दिली का मतलब क्या है पेटीकोट से, मुझे ये बताइए। ഇവിടെ ഇയാൾ സംസാരിക്കുന്നത് ഇന്ത്യയിലെ നമ്പർ 1 ഗോദി മീഡിയ ആങ്കറായ റൂബിക ലിയാഖത്ത് നടത്തുന്ന ചർച്ചയിലാണ്. മോദി സ്തുതികൾ മാത്രം പാടുന്ന, മോദിയുടെ ഷൂ നക്കുന്ന, സ്ഥിരമായി മോദിയുടെ ബിസ്ക്കറ്റ് തിന്നുന്ന റൂബിക ലിയാഖത്തിനോട് പോലും ഇത്ര അപമര്യാദയായി സംസാരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയുള്ളവൻ ആയിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. ഇവിടെ അയാൾ റൂബിക ലിയാഖത്തിനോട് പറയുന്നത് അവർ പ്രതിപക്ഷത്തിന്റെ പെറ്റിക്കോട്ട് ഇട്ടാണ് ഇരിക്കുന്നത് എന്നാണ്. 24 മണിക്കൂറും പ്രതിപക്ഷത്തിന്റെ ആളുകളെ തെറി വിളിക്കുന്ന ആളാണ് റൂബിക ലിയാഖത്ത്. അങ്ങനെയുള്ള റൂബികയെ വരെ ഇതുപോലെ തെറി വിളിക്കുന്ന ആളാണ് ഗൗരവ് ഭാട്ടിയ എന്ന BJP വക്താവ്. റൂബിക പറയുന്നത് നിങ്ങൾ സ്ത്രീകളെ അപമാനിക്കുകയാണ്, പ്രതിപക്ഷ പാർട്ടികളെ അപമാനിക്കുകയാണ്,
നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്തരത്തിലുള്ള നിങ്ങളുടെ വൃത്തികെട്ട വാക്കുകൾ കേട്ട് ഞാൻ ഇവിടെ മിണ്ടാതെ ഇരിക്കുമെന്ന്? BJPയുടെ ദേശീയ വക്താവ് പോലെയുള്ള ആളാണ് റൂബിക ലിയാഖത്ത്. അവരെ വരെ തെറി വിളിക്കുന്ന ഗൗരവ് ഭാട്ടിയയിൽ നിന്ന് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അയാൾ അണ്ടർവയറും പൈജാമയും ഇട്ടില്ലെങ്കിലും ഒരു ജൂബയെങ്കിലും ഇട്ടുകൊണ്ട് ഈ ഡിബേറ്റിൽ വന്നത് വലിയ കാര്യമായി നമ്മൾ കരുതേണ്ടി വരും. ഞാൻ മുൻപ് പറഞ്ഞിരുന്നല്ലോ, ഇയാൾ പണ്ട് അന്തസ്സുള്ളവൻ ആയിരുന്നു എന്ന്. BJPയിൽ ചേരുന്നതിന് മുൻപ് അന്ന് ഇയാൾ സമാജ്വാദി പാർട്ടിയുടെ നേതാവായിരുന്നു. അങ്ങനെ തുണിയെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇയാൾ അന്തസ്സായി സംസാരിക്കുന്നത് കേട്ടുകൊള്ളൂ. ये भाजपा का एक षड्यंत्र है कि किस तरह से वो इस देश को बांटे, कैसे इस देश में सौहार्द बिगड़े और जगह जगह पे सांप्रदायिक दंगे हों। उत्तर प्रदेश में हमने मुरादाबाद में, मेरठ में, सहारनपुर में और उससे पहले मुजफ्फरनगर में ये देखा है. BJPയുടെ ഒരു ഗൂഢാലോചനയാണ് എങ്ങനെയും ഈ രാജ്യത്തെ വിഭജിക്കുക എന്നുള്ളത്. എങ്ങനെ ഈ രാജ്യത്തെ മതസൗഹാർദ്ദം തകർക്കാം, അതുവഴി വിവിധ സ്ഥലങ്ങളിൽ സമുദായ കലാപം ഉണ്ടാക്കുക. ഉത്തർപ്രദേശിലെ മുറാദാബാദിൽ, മീററ്റിൽ, സഹാറൻപൂരിൽ, അതിനു മുൻപ് മുസാഫർ നഗറിൽ നമ്മൾ ഇത് കണ്ടതാണ്. ഇതുപോലെ സത്യസന്ധമായി സംസാരിച്ചു കൊണ്ടിരുന്ന ആളായിരുന്നു തുണിയെടുത്തോണ്ട് നടന്ന സമയത്ത് ഇയാൾ. ഇതിനെ കളിയാക്കി നിരവധി പേരാണ് എക്സിൽ പോസ്റ്റ് ചെയ്തത്. കോൺഗ്രസ് നേതാവ് രാഗിണി നായിക് കുറിച്ചത് ഇങ്ങനെയാണ്: ഗൗരവ് ഭാട്ടിയുടെ പാന്റ് വേറെ ആരെങ്കിലും ഊരിയെടുത്തതാണോ, അതെയോ സ്വന്തം മാനം സ്വയമായി ഊരിക്കളഞ്ഞ് ഇരിക്കുന്നതാണോ? കോൺഗ്രസ് പ്രവർത്തകൻ മുഹമ്മദ് വസീം എഴുതിയിരിക്കുന്നത് അണ്ടർവെയർ ധരിച്ചുകൊണ്ട് താമര പുഷ്പിക്കുകയാണ് എന്നാണ്. ഇയാളുടെ മുൻ പാർട്ടിയായ സമാജ്വാദി പാർട്ടിയുടെ മീഡിയ സെൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഗൗരവ് ഭാട്ടിയെ നോക്കൂ, നാണമില്ലാത്ത വൃത്തികേടുകൾ മാത്രം വിളിച്ചു പറയുന്ന ഇയാൾ TV ചാനൽ ഡിബേറ്റിൽ പൈജാമയില്ലാതെ ഇരിക്കുന്നത്. ഇയാൾക്ക് നാണം തോന്നുന്നില്ലേ? BJPയുടെ തനി സ്വരൂപമാണ് എല്ലാവർക്കും കാണുന്നതിനു വേണ്ടി ഇയാൾ പ്രദർശിപ്പിക്കുന്നത്. മറ്റുള്ളവരെ കുറിച്ച് വിഡ്ഢിത്തരങ്ങൾ പുലമ്പുകയാണ് ഈ നാണം കെട്ടവർ ദിനം പ്രതി ചെയ്യുന്നത്. പക്ഷേ അവരുടെ തന്നെ സ്വഭാവവും പ്രവൃത്തിയും എന്താണെന്ന് അവർ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ലക്നോ യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ ഡോക്ടർ മെഡൂസ എഴുതിയത് ഇങ്ങനെയാണ്: ഗൗരവ് ഭാട്ടിയുടെ ഇത്തരത്തിലുള്ള വീഡിയോ ഷെയർ ചെയ്യുന്നത് ഞാൻ ശക്തമായി എതിർക്കുന്നു. നമ്മുടെ സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ ഷെയർ ചെയ്യാൻ പാടുണ്ടോ? തീർച്ചയായും ഇല്ല. ഇവർ ഇങ്ങനെ എഴുതിയത്: മോദിയുടെ ചീഫ് സെലക്ഷൻ കമ്മീഷണർ പത്രസമ്മേളനത്തിൽ വന്ന് നിങ്ങളുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും ഉൾപ്പെടെയുള്ളവരുടെ വോട്ട് ചെയ്യുന്ന വീഡിയോ മറ്റാരെങ്കിലും കാണുന്നത് ശരിയാണോ എന്ന് പറഞ്ഞ നാണംകെട്ട വാക്കുകളെ കളിയാക്കിക്കൊണ്ടാണ്. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിന്റെ വീഡിയോ ഫൂട്ടേജ് കാണിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ ഇത്തരം ന്യായീകരണവുമായി എത്തിയത്. കോൺഗ്രസ് പ്രവർത്തകനായ വിജയ് തോട്ടത്തിൽ ഇതിനെ കളിയാക്കിക്കൊണ്ട് കുറിച്ചത് ഇങ്ങനെയാണ്: ഗൗരവ് പൈജാമ ഭാട്ടിയ. പ്രവർത്തികൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് BJPക്കാർ സംഘികൾ നഗ്നരാണ് എങ്കിലും ഇതുപോലെ പരസ്യമായി നഗ്നമായി മീഡിയയിൽ ഡിബേറ്റിന് എത്തിയ ഇയാളെ സമ്മതിച്ചേ മതിയാവൂ എന്ന് പറയാതെ വയ്യ. ഇത് കാണുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളല്ല എല്ലാവരും പറയും സംഘികൾ നഗ്നരാണ്, അക്ഷരാർത്ഥത്തിൽ നഗ്നരാണ് എന്ന്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ.